കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ രാഗേഷിനെ പുകഴ്ത്തി പോസ്റ്റ് ചെയ്ത ദിവ്യ എസ് അയ്യർക്കെതിരെ കെ മുരളീധരൻ. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യരെന്ന് മുരളീധരൻ വിമർശിച്ചു. അതായത് ഈ പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം, അത്രയും പറയുന്നു. മുരളീധരനെതിരെ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല. എന്നെ പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നവരെ പിൻവലിക്കത്തുമില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമുള്ള കാര്യങ്ങളാണ്. അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നത്. പക്ഷേ സോണിയാഗാന്ധിയെ മദാമാഗാന്ധി എന്ന് വിളിച്ചിട്ട് അവരെ കാല് പോയി പിടിച്ചതാരാ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചാരാ? അപ്പൊ അദ്ദേഹം, അതാ ഞാൻ പറഞ്ഞ, വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ്. അദ്ദേഹം എന്തും പറയും, ആർക്കെതിരെ എന്തും പറയും. തന്റെ നിലനിൽപ്പ് അപകടത്തിലായി ആണെന്ന് കണ്ടാൽ അദ്ദേഹം ആരുടെയും കാല് പിടിക്കും. അതാണ് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം. ആ ചരിത്രം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ കെ കരുണാകരനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എന്താ കരുണാകരൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. ഇപ്പം ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനേക്കാൾ വാസവദത്ത ജീവിച്ചിരുന്ന ഇപ്പം എനിക്കെതിരെ കേസ് കൊടുക്കും. മുരളീധരന്റെ പേരും വാസവദത്തയുടെ പേരും കൂട്ടി വായിച്ചിരുന്നു. അവർക്കും ക്ഷീണമാണ്. മുരളീധരന് വായി വരുന്ന കോതയ്ക്ക് പാട്ടത്തിന് എന്തും പറയും. അച്ഛനെതിരെ പറഞ്ഞില്ലേ, കൊള്ളിവെക്കില്ലെന്ന് പറഞ്ഞില്ലേ, അച്ഛനെ കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞില്ലേ. മുരളീധരനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടാതെ. അതുകൊണ്ട് ഞാൻ അയാളുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വടി കൊടുത്തടി വാങ്ങിക്കരുത്.